ഹായ്, ഞാൻ റോണി, ഓൾഡ് മാൻ റോണി. എൻ്റെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ഓൾഡ് മാൻ റോണി എന്നുള്ളത് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് റോണി വേഴമ്പശ്ശേരി എന്നുള്ളത് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കാറുകളിലൊക്കെ പഴയ മോഡൽ സ്റ്റീരിയോ വരുന്നതുണ്ട്. അത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അത് ബ്ലൂടൂത്തുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കാർ FM ട്രാൻസ്മിറ്റർ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോള് കാര്യങ്ങളെല്ലാം ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് വഴിയുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ചാർജർ, USB പോർട്ടുണ്ട്. നമുക്ക് പെൻഡ്രൈവ് യൂസ് ചെയ്ത് പാട്ട് കേൾക്കാൻ സാധിക്കും. അതുപോലെ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും. ഇത് നമ്മുടെ നോർമൽ 12 വോൾട്ടിലും 24 വോൾട്ടിലും കുത്തുന്ന ടൈപ്പ് ഉണ്ട്. ഇത് eBayയിലും ആമസോണിലും എല്ലായിടത്തും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ചെറിയ വിലയേ ഉള്ളൂ, 10 രൂപ 12 രൂപയൊക്കെ വിലയേ ഉള്ളൂ. അതുകൊണ്ട് നല്ലൊരു യൂസ്ഫുള്ളാണ്. പഴയ മോഡൽ സീരിയലുകളിൽ നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചാർജിങ് പോർട്ട്, അതായത് വണ്ടികളിലുള്ള ഒരു ഏരിയ. അതായത് മൊബൈൽ ചാർജറും ഇതുപോലുള്ള പോർട്ടുകളെല്ലാം കുത്താനുള്ള നമുക്ക് ചാർജിങ് ഉപയോഗിക്കുന്ന പോർട്ടാണിത്. ആ പോർട്ടിലേക്ക് ഞാനിപ്പം കാണിച്ച ഞാൻ പറഞ്ഞ FM ട്രാൻസ്മിറ്റർ അതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നോർമലി ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ കുത്തി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുത്തി കൊടുക്കുന്നു. നമ്മൾ ചാവി ഓണാക്കുന്നു. ചാവി ഓണാക്കുമ്പോൾ നോർമലി അത് ഓണാവും. അത് ഓണായി നമുക്കതിലേക്ക് നോക്കിയാൽ അറിയാം. അതിലൊരു നമ്പർ കാണിച്ചിട്ടുണ്ട്. 108.0 എന്നാണ് അതിൽ കാണിച്ചേക്കുന്നത്. 108.0 എന്നുള്ളത് നമ്മുടെ റേഡിയോ. എൻ്റെ കണ്ടല്ലോ, സ്റ്റീരിയോ പഴയ മോഡലാണ്. ഇത് ബ്ലൂടൂത്തോ കാര്യങ്ങളൊന്നുമില്ല, CD എന്ന ടൈപ്പ് പഴയതാണ്. ഇതിൽ നമ്മൾ കണക്ട് ചെയ്യണം, FM-ഉമായിട്ട് ഇതിന് കണക്ട് ചെയ്യണം. ആ 108.0 എന്നുള്ളത് നമ്മൾ ഇതിലേക്ക് എടുക്കണം. എൻ്റെ FM ഓണായി. നോർമൽ FM ആണ് ഇപ്പം ഓണായത് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 5 എന്നുള്ള ചാനൽ എടുത്തു. 5 കാണാൻ പറ്റും. 4 എന്നുള്ള ചാനൽ എടുത്തു. 3 ചാനൽ എടുത്തു. ഇത് 3-ൽ ഇപ്പം ഒന്നും കേൾക്കുന്നില്ല. ആ 3 എന്നുള്ള ചാനൽ ഞാൻ 108, നിങ്ങൾക്കത് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ മാറ്റി 108.0 ആണ് നമുക്ക് വരേണ്ടത്. ഇപ്പം 105ആയി, 106ആയി, 107.8, 108. അത് ഞാൻ ഈ മൂന്നാമത്തെ ചാനലിൽ തന്നെ സേവ് ചെയ്യുവാണ്. അതേ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പം സേവ് ആകും. ഇപ്പം മൂന്നാമത്തെ ചാനൽ 108.0 ആയിട്ടുണ്ട്. എൻ്റെ ഈ ഇത് നോക്കിയാൽ അറിയാം, അതിൽ 108.0 ആണ്. എന്നാലും ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ ചാനൽ 108 ആണ്. ഞാനിപ്പോൾ മാറ്റി കാണിക്കാം. ഇതിപ്പം 3-ൽ വേറൊരു ചാനലാണ് ഉണ്ടോ. മൂന്നാമത്തെ ചാനൽ വന്നപ്പോൾ ഇവിടെ കാണുന്നുണ്ട്, മൂന്നാമത്തെ ചാനൽ 108.8 വന്നിട്ടുണ്ട്. അന്നേരം ഇനി ഞാനതൊരു ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ ഫോൺ എടുക്കുന്നു, ഫോണിൽ ബ്ലൂടൂത്തിൽ പോകുന്നു. ബ്ലൂടൂത്തിൽ പോയി നമ്മൾ സെലക്ട് ചെയ്തുമ്പം എനിക്കിത് വന്നിട്ടുണ്ട്. BT കാർ എന്നുള്ള ഇതാണ് വന്നത്. നമ്മളിപ്പം കുത്തിയത് ട്രാൻസ്മിറ്ററിൻ്റെ ആണ് വന്നേക്കുന്നത്. BT കാർ എന്നുള്ളത് വന്നേക്കുന്നത്. ഞാനത് കണക്ട് ചെയ്യുന്നു. ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്പീക്കറിൽ അതിൻ്റെ സൗണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പം കാറും ഇതുമായിട്ട് കണക്റ്റായി. ഇനി ഞാൻ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പാട്ട് എനിക്ക് കേൾപ്പിക്കാൻ ഒരു മാർഗ്ഗമില്ല. എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഡൺ കൊടുത്തു. ഇത് യൂട്യൂബ് എടുത്തു. ഇത് നമ്മുടെ ഇപ്പം ഡയലോഗ്സിൻ്റെ അകത്ത് ഞാൻ ഒരെണ്ണം എടുക്കുവാണ്. വാട്സപ്പ് സ്റ്റാറ്റസിൽ വരുന്ന ഡയലോഗ്സ് ഒരെണ്ണം ഞാൻ എടുക്കുന്നു. എൻ്റെ ഇത് വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് തിലകൻ്റെ ഇത് തന്നെ ഒന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയും. സൗണ്ട് കൂട്ടി കഴിഞ്ഞ സൗണ്ട് ഓട്ടോമാറ്റിക്കലി ഒരിക്കലും പതിവെക്കരുത്. അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേഗുന്ന ഒരു സുഖമാണ്. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ. അങ്ങനെ ട്രാൻസ്മിറ്ററും റേഡിയോയും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കേസേ ഉള്ളൂ ഇത് കണക്റ്റ് ആകുന്നത്. ഇത് പലർക്കും അറിയില്ല. അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, എങ്കിലും അറിയാത്തതും ഒരുപാട് പേരുണ്ട്. അറിയാത്തവർക്കായുള്ള ഒരു അന്നേരം നമ്മൾ ഈ ഫോണും ഈ FM ട്രാൻസ്മിറ്ററുമായിട്ട് നമ്മൾ
കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എപ്പം ബ്ലൂടൂത്ത് ഓണാണോ അന്നേരം ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. നമ്മുടെ പുതിയ സ്റ്റീരിയോ വരുന്ന പോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റപ്പിൽ കണക്റ്റ് ആവുന്ന എങ്ങനെയാണോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും കണക്റ്റ് ആവും. ഇതിലൊരു കോള് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള മാറ്റം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഒരു കോൾ ലിസ്റ്റ് എൻ്റെ എടുക്കുന്നു. ഇതേ ഒരു കോളിലേക്ക് ഞാൻ പോവാണ്. കോളിങ് കൊടുത്തു. കോളിങ് കൊടുത്തപ്പോൾ ഇത് നമ്മുടെ കോൾ പോവുകയാണ്. അന്നേരം എൻ്റെ ഇത് കണക്റ്റാണ്, ബെല്ലടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഈ ട്രാൻസ്മിറ്ററിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും കോൾ എന്നുള്ളത് CAL എന്നുള്ളത് വിളിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റാണ്, കോളാണ്. നമുക്ക് ഇതേ തന്നെ സ്വിച്ച് ഉണ്ട്, കോള് പോസ് ചെയ്യാനും നമുക്ക് എടുക്കാനും എല്ലാം അതേ തന്നെ സാധിക്കും. നമുക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ടച്ച് ചെയ്യാവുന്നുണ്ടെങ്കിൽ മൊബൈലിലും ചെയ്യാം. അന്നേരം ഇതൊരു നല്ല ഇത് നമുക്കെല്ലാവർക്കും നല്ലൊരു ഉപകാരിയാണ്. നമ്മുടെ പഴയ മോഡലുള്ള ആൻഡ്രോയിഡ് അല്ലാത്ത റേഡിയോകൾക്കെല്ലാം നല്ലൊരു ഉപകാരിയാണ് ഇത്. വീഡിയോ ആണ് ഇത്. പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ള പോരായ്മകൾ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ തന്നെ അറിയിക്കുക. ഇനിയൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ബൈ ബൈ.